ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഗൈസ്. നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഗൾഫിൽ പോകാൻ നിൽക്കുകയാണ്. ഇന്നല്ല പോണത്, നാളെയല്ല മറ്റന്നാളാണ് പോണത്. പക്ഷെ അതിന് മുമ്പ് നമുക്ക് പെട്ടിയും കാര്യമൊക്കെ പേക്ക് ചെയ്യാനുണ്ട്, കെട്ടാൻ, അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും പരിപാടിയിലേക്കും പോകാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മളിത് അച്ചാറാണ്. അച്ചാർ ഇങ്ങനെ കെട്ടിക്കൊണ്ടില്ലെങ്കിൽ ഇത് വാപ്പൻ്റെ കാലുമല എന്തിനോ തേക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോകും. എല്ലാ സ്ഥലവും ഇത്ര നീറ്റായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കണം, ഇല്ലെങ്കിൽ എല്ലാം പെട്ടിയിടാം. അത്രയും കാര്യങ്ങളാണ് ആയത്. ഇതാക്കുന്നത് ബേക്കറി, അടുത്ത ബേക്കറി. ഇതിന് ഉണ്ട്, പിന്നെ നമ്മളുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസുകളുണ്ട്. പിന്നെ നമ്മൾ ചീട്ടൊക്കെ പഠിച്ചിട്ട് കൺഗ്രാജുലേഷൻ കണ്ടില്ലേ, നമ്മളെ ഹെവി ഐറ്റംസ് ഹെവി അറിയാം. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ തന്നെ ഉണ്ട് കേസ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വൈകിയെ കാണിച്ചു തരാം. ഓക്കെ, 2-3 പെട്ടികളുണ്ട്. ഒരു പെട്ടി അവിടെയുണ്ട്, ഒരു പെട്ടി ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വൈകിയെ കാണിച്ചു തരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗൈസ്, നമ്മൾ ഇന്നത്തെ ബാക്കി ഒരുക്കങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാം കാണിച്ചു തരാം. നേരെ കൂടി പോയി ക്യാമറമാൻ കൂടി പോട്ടെ. ഗൈസ്, ഇതാണ് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച പെട്ടി. 10-30 കിലോ കയറും വിചാരിക്കാം. ഞാൻ എന്തായാലും നോക്കി നോക്കാം. ഇതാണ് ഗൈസ് നമ്മൾ വാങ്ങിയ മാങ്ങ. വരെ ചേരമാങ്ങ ആ മാങ്ങയാണ്. അപ്പോൾ നമുക്കത് കുറച്ച് സെൻറ്ററിൽ വെക്കാം. പിന്നെ ഉള്ളത് അതിൻ്റെ വേറൊരു പൊതി കൂടി ഉണ്ട്. മാങ്ങ ഉണ്ട്, ചക്കപ്പൊരി ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇന്ന സൈഡും വെക്കാം. ഓക്കെ, ഇതിലൂടെ കയറണമെന്നല്ല, ചെക്ക് നോക്കാം. കുറച്ച് ഡോൺറ്റി ബേക്കറി ഭയങ്കര ബേക്കറി ഐറ്റംസുകളുണ്ട്. അപ്പം ഡോൺറ്റി ബേക്കറി പോകാത്തവരാണെങ്കിൽ പോവുക, അടിപൊളി ബേക്കറി കാര്യമാണ്. വെട്ടിപ്പുഴ വെക്കുന്ന വളയുന്നു കേൾക്കാം. ഇല്ല, ഇതിനിടയിൽ സെറ്റാക്കണം. പച്ചക്കറി കണ്ടോ, ചക്കച്ചോള പഞ്ചക്കല്ല, വരിക്കച്ചക്ക. ഇതാണ് വരിക്കച്ചക്ക. നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ ഉള്ളത് നല്ല മാങ്ങച്ചാർ. ഇവിടുത്തെ നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങനെ കൊണ്ട് ഉണ്ടാക്കിയ അച്ചാർ, മാങ്ങച്ചാർ. അപ്പോൾ ഇതിനെ ഇവിടെ വെക്കും ഗൈസ്. ഇവിടെ സ്ഥലത്തൊക്കെ നമുക്ക് ഒപ്പിക്കാം. ഒന്നും കൂടി ഉണ്ട് മാങ്ങച്ചാർ, അതും ഇവിടെ വെക്കാം. പിന്നെ ഉള്ളത് വെളിച്ചെണ്ണയുണ്ട്. നമുക്ക് 30 കിലോനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വെളിച്ചെണ്ണ ഇങ്ങനെ മേലെ വെച്ചാൽ ശരിയാവും. മേലെ വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും മേലെ പൊടിയാം. പിന്നെ ഇതാക്കും ഗൈസ്, ഇത് തെറ്റിദ്ധരിക്കേണ്ട കട്ടൻ ചായ ഒന്നുമല്ല, ഇത് ഹണിയാണ്. ഹണി നമ്മുടെ നാട്ടിലത്തെ എന്ത് ഹണിയാന്ന് വെച്ചാൽ കാട്ടുഹണി. പെട്ടിന്ന് കിട്ടുന്ന ഹണിയില്ലേ, പെട്ടിത്തണി, അതാണ് ഈ സാധനം. ഓക്കെ, ഹണിയും കൊണ്ടുവന്നുണ്ട്. വേറെ ഒന്നിനല്ല, കുബൂസും കൂട്ടി അടിക്കാനാണ്. പിന്നെ തേങ്ങയുണ്ട്. 4 തേങ്ങ നമ്മൾ കൊണ്ടുവന്നത് ഇവിടെ കറി വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതും ഇവിടെ സൈഡിൽ വെക്കാം. ഇപ്പം തന്നെ എത്ര ആയിരിക്കും കിലോ നോക്കണല്ലോ. എത്ര കിലോയായി? 21 കിലോ ആയി കഴിച്ചു. പിന്നെ നമ്മളെ പച്ച മാങ്ങ, വീട്ടിലുണ്ടായ 2 മാങ്ങ, 2 ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ തിന്നു നിർത്തി. അതുകൊണ്ട് ഞങ്ങൾ 2 മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ഞങ്ങളല്ല, ഞാനാണ് പോകുന്നത്, ഞങ്ങളിന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ഇപ്പൊ നിലവിൽ ഇതിൽ വെക്കാനുള്ളത്. അപ്പൊ നമ്മൾ നിലവിൽ ഇത്ര സാധനങ്ങളാണ് ഇപ്പൊ ഇതിൽ. 10 കിലോ ഇത് 20 ചക്കപ്പൊരിയോ? 21. ചക്കച്ചോളം ഒളിച്ചിരിക്കുന്നു ഗൈസ്. ഇതാണ് പഴഞ്ചക്ക. ഇത് പഴഞ്ചക്ക ഗൈസ്. ഇത്രയുണ്ട് പഴഞ്ചക്ക. ഞങ്ങളെ വീട്ടിലെ ഏതാണ് ഫുൾ ചക്ക. അപ്പോൾ ഇത് ഒട്ടിക്കണ്ടേ ഗൈസ്? നമുക്കിതൊന്ന് ഒട്ടിച്ചാളാം, അല്ലെങ്കിൽ രാത്രി പൊണ്ണൂട്ടി വന്നിട്ട് തിന്നാളും. അപ്പം അല്ലേ ഇതല്ലേ ഇന്നലെ പൊടിച്ചത് ഇതല്ലേ ഗൈസ്? ഇതിന്റെ തലയും വാലും കാണുന്നില്ല ഗൈസ്, പാത്തുനെ പോലെ തന്നെ.
തലയുമില്ല വാലുമില്ല. നമ്മളെ ചക്കച്ചോ പൊളവി നമുക്ക് ഇന്ത് പൊക്കം പൊക്കാം. എത്ര 23 കിലോ ആയിപ്പോട്ടെ. ഇനി നമുക്ക് ഇതിൽ വെക്കാനുള്ളത് ഈ ഒരു പാൻറ് നമുക്ക് അതിൻ്റെ മേലെ വെച്ചാലോ? അവിടെ കാണുന്നില്ല, എവിടെ മേലെ നല്ല ഒതുക്കിയാണോ വെച്ചത്? കൊത്തിയ ഗൈസ് 24. ജീൻസ് കൂടി ഗൈസ് ഈ ഒരു ജീനും കൂടി ഇതിൻ്റെ മേലെ വെച്ചാൽ ഇതിൻ്റെ അൽഹംദുലില്ലാഹ് റാഹത്തെന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. എത്രയായി? 25,460. അതും കൂടി വെക്കും. വെള്ളജീൻ വെക്കണ്ട, കവറിലിട്ട് വേണ്ട. രണ്ടെണ്ണം കൂടി എടുത്ത് നമ്മുടെ ടീഷർട്ട് ഇതിൻ്റെ മേലെ വെക്കുന്നുണ്ട്. കാരണം അഥവാ എന്ത് പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കി എന്നാലും പെട്ടിയിൽ 2-3 സാധനം പഴവും അതും വെച്ചാൽ പൊട്ടിയ ഇത്രയും സാധനം വെച്ചപ്പോൾ തന്നെ നമ്മളെ പെട്ടിയിൽ 25,760 അടുത്ത് അയക്കുന്നു. 25 കിലോൻ്റെ അടുത്തായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ വെക്കണം മാമതി. അല്ല ഇത് കംപ്ലീറ്റ് ആക്കി ഞാൻ കട്ടെ. എന്നിട്ട് അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ഇതിൽ വെക്കുന്നത്. ഓക്കെ, ഒന്നുമില്ല. നമുക്ക് ഇതിന്റെ മേലെ ഗൾഫുകാരൻ്റെ പെട്ടിക്ക് എങ്ങനെ സ്മെല്ലുണ്ടാന്ന് വെച്ചാൽ ഇതേമാതിരി കുറച്ച് മേലെ ഇങ്ങനെ സ്പ്രേ അടിക്കും. ഡ്രസ് ഗൈസ്, അപ്പൊ നമ്മളിവിടെ പെട്ടി അടിക്കാൻ പോവുകയാണ്. അതൊന്നും നിർത്തി അല്ലെങ്കിൽ പണി വെച്ചു. അപ്പൊ അതൊന്നും നിർത്തി ഏത് പാർട്ടി എപ്പോഴും പാർട്ടി ഫുള്ള് ഇത് വരുന്നില്ലേ? എടുക്കാം. അങ്ങനെയല്ല ഇതാ ഉള്ളിൽ ഇട്ടിട്ട് അപ്പൊ അവിടെ തുളണ്ടാവില്ലേ? കാർബോർഡ് ആക്കിയതാ. നിങ്ങൾ കൊടുക്കി ഞാൻ അവിടെ ചോടും. കൊട്ടും ഇപ്പൊ ഫസ്റ്റ് ട്രിപ്പ് വെറുതെ ഇങ്ങനെ വീഡിയോ ഉണ്ട്. ഇപ്പട്ടി നമുക്ക് ഇനി ഫുള്ളായിട്ട് എടുക്കണ്ടോ? ഇപ്പട്ടി ഫുള്ളായിട്ട് നമുക്ക് റോൾ ചെയ്ത് ആദ്യം വെയിറ്റ് നോക്കി വെക്കാം. കറക്റ്റ് ആണ്. അല്ലെ 24 മതി. -24. ഇവിടെ വീഡിയോ എടുക്കാറുള്ളതോ? 26,220 ഞാൻ എന്താ പറഞ്ഞ കിടക്കുന്നു. ഇവിടെ 26,200 അവിടെ പിടിക്കല്ലേ?
അത് ആടി കളിച്ചിട്ടാ. പൊട്ടിക്കാൻ ഒറ്റ വലിയ നിന്നാ വിളിച്ചോടെ. ഗായ്സ് നമ്മളെ പെട്ടി ഇതാക്കുന്നത് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ ലഗേജും കൂടി സെറ്റ് ആക്കാണ്ട്, ലഗേജിൽ ഒന്നും ആക്കിയിട്ടില്ല, ഒക്കെ റെഡി ആക്കാണ്ട് ഇത് ഇതാക്കുന്നത് ഫുൾ സെറ്റാണ്. 26 കിലോ 26,400 അടുത്തായിരിക്കുന്നു. 30 കിലോ കൊണ്ടുപോകാൻ പറ്റുക നമുക്ക്. 26,400 നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. എന്താ കണ്ടോ ഗൈസ്, നമ്മളിനി പയം കാര്യമൊക്കെ നമ്മളിനി ലഗേജ് കയറ്റും. കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ ഇരുന്ന് ഞാൻ തിന്നു. പയം കൂടെ ഇതിൽ വെക്കാണ്ടായിരുന്നത്. ഇതിലോട്ട് വെച്ചാൽ മതിയല്ലേ അമ്മ? 28 ആവും. വേണ്ട 28 ഗൈസ് നമുക്ക് ഇനി അടുത്ത് നമ്മുടെ ഹാൻഡ് ബാഗും കാര്യമൊക്കെ സെറ്റ് ആക്കണം. ഓക്കെ, അപ്പം നമുക്ക് നേരെ സെറ്റ് ആക്കാം.